വഖഫ് ഇങ്ങനെ ഓരോരുത്തരുടെയും ഭൂമികൾ സ്വന്തമാക്കി ഇന്ത്യയെ 2047 മുൻപ് മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള നെട്ടോട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടി നിൽക്കുകയാണ് CPM-ഉം കോൺഗ്രസും ഒക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനൻ TV-യിൽ കണ്ട ഒരു ചർച്ചയിൽ എനിക്ക് ഏറ്റവും ചിരി അടക്കാൻ കഴിയാത്ത ഒരു വഖഫിൻ്റെ ഒരു ഏറ്റെടുക്കൽ, താജ്മഹൽ ഏറ്റെടുക്കാൻ വേണ്ടി വഖഫ് പോയി. പിന്നീട് സംഭവിച്ചത് കണ്ടം വഴി ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് വഖഫ്. അതായത് താജ്മഹൽ ഏറ്റെടുക്കാൻ ചെന്ന വഖഫിന് സംഭവിച്ചത് പാർത്തം തന്നെ പറ. ഈ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മുനമ്പത്തെ വിഷയം, ചെല്ലാനത്തെ വിഷയം, എന്താണ് മാനന്തവാടി, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പ്, ചാവക്കാട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പുതിയൊരു ക്ഷേത്രത്തിന്റെ, കേരളത്തിൽ പുതിയൊരു ക്ഷേത്രത്തിന്റെ ഭൂമി കൂടി വഖഫിന്റേതാണെന്ന് പറഞ്ഞ് പുതിയ നോട്ടീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ അമ്പലമുണ്ട്, കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അഗ്രഹാര തെരുവുകളിലെ ചില സ്ഥലങ്ങൾ വഖഫിന്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ അതെ, നാളെ ഇപ്പോ എന്റെ വീട് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ് വരുമെന്ന് എനിക്കറിയില്ല. അപ്പോ ഇതാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ, കർണാടകയിലെ ഭൂമിയെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ വിഷമത്തോടെ രോക്ഷത്തോടെ ഒക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് വൃത്തികെട്ട നിയമമാണിത്, എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വഖഫിന്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ, പർട്ടിക്കുലർ വിഷയത്തിൽ മാത്രം എനിക്ക് അല്പം തമാശ, അല്പം ചിരിയൊക്കെ വരുന്നുണ്ട്. കാരണം ഉത്തർപ്രദേശിലെ വഖഫ് ബോർഡ്, അതായത് സുന്നി വഖഫ് ബോർഡാണ്. ഓരോ മുജാഹിദിനും സുന്നിക്കും ഒക്കെ ഓരോ വഖഫ് ബോർഡുകളുണ്ട്. അപ്പോൾ സുന്നി വഖഫ് ബോർഡ് എന്ത് തീരുമാനിച്ചു, നല്ല ഒരു അവിടെയുള്ള ഏറ്റവും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന താജ്മഹൽ. ഒരുപാട് ആളുകൾ വരുന്നു. അതുപോലെ തന്നെ ഷാജഹാനും മുംതാസിന്റെയും ദിവ്യ പ്രണയത്തിന്റെ സ്മാരകമാണ്. മുംതാസിന് വേണ്ടി ഷാജഹാൻ അതിമനോഹരമായി പണി കഴിപ്പിച്ച ആ ഒരു സ്ഥലം, അത്രയും സർക്കാർ അത്രയും പവിത്രമായി സംരക്ഷിക്കുന്ന ആഗ്രയിലെ ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പൊ ഇവർക്കൊരു ആഗ്രഹം, കൊള്ളാലോ, ഇത് നല്ല രസമുണ്ടല്ലോ, എന്താ പേര് ഷാജഹാൻ, അപ്പൊ ഇപ്പഴത്തെ പേരെന്താ മുംതാസ്. ഓക്കെ, ഇത് നമ്മന്റെ ആള്. അതെ, ഇത് നമ്മന്റെ ആള് തന്നെ. അതായത് മുഗൾ ഭരണകൂടത്തിന്റെ മുസ്ലിംസ് ആണല്ലോ, മുസ്ലിം ഭരണകൂടങ്ങളാണല്ലോ. അപ്പൊ ഇവർക്കൊരാഗ്രഹം, ഇത് ശരിയാണ്, മുംതാസിന് വേണ്ടി ഷാജഹാൻ വഖഫാക്കിയതാണ് ഈ സംഭവം. ഓക്കെ, ഇത് നമ്മളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുന്നി വഖഫ് ബോർഡ് തീരുമാനിക്കുന്നു. അത് വലിയ പ്രശ്നമാവുന്നു. അത് സുപ്രീം കോടതിയിലെത്തുന്നു. ഇവർ സർക്കാർ അംഗീകരിക്കുന്നില്ല, സർക്കാർ പോകാൻ പറയുന്നു. ആ സമയത്ത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായിട്ടുള്ള ഇപ്പോഴത്തെ വിരമിച്ച ജസ്റ്റിസ് ദീപക് മിശ്ര, ക്ഷമിക്കണം, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതുപോലെ തന്നെ ദീപക് മിശ്ര, ജസ്റ്റിസ് ഖാൻവിൽക്കർ, ഈ 3 അംഗ ബെഞ്ചിന് മുമ്പിലാണ് ഈ കേസ് എത്തിയത്. അപ്പൊ ഇവർ ആദ്യം നേരത്തെ ധന്യ പറഞ്ഞതുപോലെ ഇവർ പറയുന്നത്, എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് ചോദിക്കുന്നു. താജ്മഹൽ ഞമ്മൻ്റെതാണ് എന്ന് പറയുന്നു. അപ്പോൾ ശരി, ആയിക്കോട്ടെ, നിങ്ങൾ വഖഫിൻ്റെതാണ്, ഓക്കെ, മനസ്സിലാവും, ശരി, ആയിക്കോട്ടെ, സമ്മതിക്കാം. പക്ഷെ ഇതിനെന്താണ് രേഖയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു, ഇത് ഷാജഹാനാണ് ഭരിച്ചത്. ശരി, അല്ല, രേഖ എന്താണ്? അല്ല, ഇത് മുംതാസ് ആയിരുന്നു ഷാജഹാന്റെ ഭാര്യ, അതും ശരി. ഇതാണ് ശങ്കരാടി പറയുന്ന പോലെ, ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞപ്പോ ജസ്റ്റിസ് പറഞ്ഞു, ഈ രേഖ പോരാ, നിങ്ങൾക്ക് പിന്നെ വഖഫ് ചെയ്ത് തന്ന, അതായത് ഷാജഹാൻ വഖഫാക്കി തന്ന ആ രേഖയും അതിലെ ഒപ്പും ഞങ്ങൾക്ക് കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷാജഹാൻ ചക്രവർത്തിയെ പോലെ ഒരു വലിയ രാജാവിൻ്റെ, വലിയ മുഗൾ സാമ്രാജ്യം ഭരിച്ച ഒരു രാജാവിൻ്റെ, പ്രത്യേകിച്ച് ഈ പ്രണയത്തിന്റെ അങ്ങേയറ്റമായ ഒരു രാജാവിൻ്റെ, മഹാരാജ് ചക്രവർത്തിയുടെ ഒരു ഒപ്പ് കാണണമെന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് കൊണ്ടുവന്നാൽ ഞങ്ങളത് വഖഫാക്കി തന്നേക്കാം. അവിടെ നിന്ന് വഖഫ് ഓടിയ ഓട്ടം ഇന്നേ വരെ സുപ്രീം കോടതിയിൽ നിന്ന് ആ വഖഫ് ഉത്തർപ്രദേശ് വരെ ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നത്. ഇതുവരെ നമുക്ക് പറഞ്ഞ് ചിരിക്കാൻ തന്നെയാ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് വഖഫിന്റെ തോന്നിവാസത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം എല്ലാം ഞമ്മൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഇവരോട് എന്താണ് പറയേണ്ടത്? കാരണം ഇത് ധന്യ ആലോചിച്ച് നോക്കൂ, എന്തൊരു കിരാതമായ നിയമമാണ്. ഞാൻ നേരെ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഹിന്ദു സമുദായത്തിന് വേണ്ടി ഒരു ഹിന്ദു ബോർഡ് ഉണ്ടാക്കുന്നു. അതായത് ഈ ഹിന്ദു ഭരണകാലത്തെ സാമൂതിരി രാജാക്കന്മാർ, തിരുവിതാംകൂർ രാജാക്കന്മാർ, നേരെ അപ്പുറത്ത് വോഡയാർ സമുദായം, കർണാടകയിലെ വോഡയാർ സമുദായം ഉൾപ്പെടെയുള്ള രാജസ്ഥാനിലെ പല സമുദായങ്ങളും ഉണ്ട്. രാജസ്ഥാനിലൊക്കെ പല രാജവംശങ്ങളും ഉണ്ട്. ഇപ്പം എന്താണ് അവിടെയുള്ള പ്രധാന രാജവംശത്തിൻ്റെ പേരെനിക്ക് മറന്നുപോയി. അപ്പം എനിക്ക് തോന്നുന്നു സിന്ധ്യ രാജവംശമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം രാജവംശങ്ങളുടെയൊക്കെ സ്വത്തുക്കൾ മുമ്പ് ഹിന്ദുക്കളുടേതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഹിന്ദു ബോർഡ് ഉണ്ടാക്കുകയാണ്. എന്താണ്, പിന്നെ ഹിന്ദു ദാനധർമ്മ ബോർഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ നിന്നാൽ ഇവിടെ ഒരൊറ്റ ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു മുസ്ലിമിന് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു ബുദ്ധന് ജീവിക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം
ആദ്യമായി ഭാരതത്തിൽ ഉണ്ടായി വന്ന സംസ്കാരം എങ്ങനെയോ ഇവിടെ വന്നെത്തിയതോ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടായതോ ആയ സംസ്കാരം എന്താണ്? സനാതന സംസ്കാരമാണ്. പലവിധ ജാതി, പല വിധത്തിലുള്ള കൗളവും പിന്നെ ഉത്തമവും എല്ലാം ചേർന്ന, വൈദികവും എല്ലാം ചേർന്ന സംസ്കാരമാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരം. അപ്പോൾ ഒരൊറ്റ സ്ഥലം പോലും ഇവിടെ ഉണ്ടാവില്ല. ഈ രീതിയിലേക്ക് വഖഫ് ബോർഡിന് അപ്പൊ ഇവിടെ സമരം, LDF UDF നിരന്തര നിരാഹാര സമരം അപ്പൊ CAക്കെതിരെയൊക്കെ സമരം പ്രഖ്യാപിച്ച ആളുകൾ ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ഈ ഒരു ഇലക്ഷൻ ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പൊ ഒരാളും മിണ്ടുന്നില്ലല്ലോ, ഒരാളും മിണ്ടുന്നില്ല. എന്താ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു ചോദിക്കാനും പറയാനും ആരുമില്ല. അതായത് വോട്ട് ബാങ്കിന് വേണ്ടി ഇവരെയൊക്കെ കയർ ഊരി വിട്ടിരിക്കുന്ന ഒരു നിലപാട് ഈ LDFനെ UDFനെയൊക്കെ പിന്താങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നാളെ രാവിലെ നമ്മുടെയൊക്കെ വീടിന് മുന്നിൽ ഇത് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടാൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ആരോടാണ് ചോദിക്കേണ്ടത്? അതുവരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതെല്ലാം വഖഫ് കൊണ്ടുപോയാൽ നാളെ നമ്മളൊക്കെ എങ്ങോട്ട് പോകും? നമുക്കൊക്കെ പോകാനൊരു നാടുണ്ടോ, ഒരു രാജ്യമുണ്ടോ? ഇപ്പോൾ മോദി സർക്കാർ ഭരിക്കുന്നത് വരെ നമ്മളൊക്കെ സുരക്ഷിതരാണ്, അത് 100% ഉറപ്പാണ്. അതൊരു BJPക്കാരി ആണെങ്കിലും അല്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് ഉറപ്പിച്ച് പറയാം. മോദി സർക്കാർ ഇന്ത്യയിൽ അല്ലെങ്കിൽ BJP സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം വഖഫിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ഒരു വൃത്തികെട്ട നിയമങ്ങളും ഇവിടെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കാൻ ഇവറ്റകൾ വിചാരിച്ചാൽ നടക്കില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഇവരെയൊക്കെ ആസനം താങ്ങുന്ന ചില നാറികളോടാണ്. നിങ്ങളൊക്കെ സേഫായിരിക്കും, നിങ്ങൾക്കൊന്നും പ്രശ്നങ്ങൾ കാണില്ല, വഖഫിനെ ഇങ്ങനെ പൊക്കി അവരുടെ നിയമമാണ് പാസ്സാക്കുന്നത്, അവരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചും അവരിൽ നിന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ച് കുറേ പണമുണ്ടാക്കി അധികാരം കൈക്കലാക്കാനൊക്കെ നടക്കുന്നവർ സാധാരണ ജനങ്ങളുടെയും മുനമ്പത്തെയും ചാവക്കാടും കൽപ്പാത്തിയിലും ഈ മലപ്പുറമല്ലല്ലോ, എന്താണ് നമ്മുടെ ചാവക്കാട് ഇവിടെയൊക്കെ ഈ പാവങ്ങൾ തെരുവിലിറങ്ങുന്നു, അവർ ഈ പിന്നെ സമരം ചെയ്യുന്നു, അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരൊക്കെ സംഘികളാകുന്നു, അവർക്ക് വേണ്ടി വാദിക്കുന്നവരെല്ലാം സംഘികളാകുന്നു. സത്യത്തിൽ ഈ നിയമം തന്നെ എടുത്തു കളയണം. എന്തിനാണ് ഇന്ത്യ പോലൊരു മതേതരത്വ രാജ്യത്ത് ഒരു സമുദായത്തിന് മാത്രം എല്ലാം എടുക്കാമെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണം ഇങ്ങനെ നിയമം. ഒരു സമുദായത്തിന് മാത്രം എന്തിനാണ്? നെഹ്റു കോൺഗ്രസും ഒക്കെ ഇന്ത്യയോട് കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഈ വഖഫ് എന്ന് പറയുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ ധന്യ പറഞ്ഞത് തന്നെയാണ്. അവസാനം കൊത്തി അവരിപ്പോ എന്താണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും കൽപ്പാത്തി അഗ്രഹാരത്തിലേക്കും ഒടുവിൽ ചില ഇവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ ശബരിമലയൊക്കെ നാളെ കാനന ക്ഷേത്രങ്ങളാണ്, ഇവരുടെ കയ്യിലാകുമോ എന്നുള്ളതാണ്. അതാണ് ഈ വാവരുമൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നത്. ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭൂമി പോലും പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് ഡിവൈഡിങ് പൊളിറ്റിക്സ് കളിക്കുക എന്നുള്ളത് ഇവിടെ എന്താണ് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് അതിനെ ലീഗും സമസ്തയും ജമാഅത്തും പിന്നെ സകല മുള്ളുമുരുക്കും മൂർക്കം പാമ്പുകളും ചേർന്നുകൊണ്ട് അതിനെ അനുകൂലിക്കുകയാണ്. ഉളുപ്പുണ്ടോ ഇവർക്ക്? ഉളുപ്പുണ്ടോ? അത് കൃത്യമായി ഇവിടെ ഉളുപ്പുണ്ടെങ്കിൽ ഈ തെണ്ടിത്തരത്തിന് ഇറങ്ങുമോ? കണ്ടവന്റെ ഭൂമി പിടിച്ചെടുക്കാനായിട്ട് നാണവും മാനവും ഇല്ലാത്ത ഈ വൃത്തികേടുകൾ കാണിച്ച് ഒരു വഖഫ് എന്ന് പറഞ്ഞ ബോർഡും വെച്ചുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഇറങ്ങുമോ? ഇവരെയൊക്കെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല പാർത്താൻ. ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ BJP ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം ഒരു നാറികൾക്കും കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്, കഴിയില്ല. ഇന്ത്യ മതേതരത്വ രാജ്യമാണ്, അത് അങ്ങനെ തന്നെ നിൽക്കും. ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ മോദി സർക്കാരിന് കഴിയുമെങ്കിലാണോ ഈ വഖഫിന്റെ ഒക്കെ ഈ നിയമം, ഈ കിരാത നിയമം എടുത്തു കളയാൻ എത്ര സമയം വേണം മോദി സർക്കാരിന്? ഒരിക്കലും ആർട്ടിക്കിൾ 370 ഇന്ദിരാഗാന്ധി മരിച്ചുപോയ ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നാൽ പോലും അത് നടക്കില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. ആ അമിത്ഷാ കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അജിത് ഡോവൽ, രാജ്നാഥ് സിംഗ്, നരേന്ദ്രമോദി ഒക്കെ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം വഖഫിന് കേരളത്തിൽ ഇന്ത്യയിൽ ഒരു പുണ്ണാക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 100% ശരിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പിണറായി വിജയന്റെ പിണറായിയിലുള്ള വീടും VD സതീശന്റെ എന്താണ് പിറവത്ത വീടും ഒക്കെ നാളെ ഇത് വഖഫിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. ക്രേസി ഗോപാലനിൽ ദിലീപ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എനിക്ക് ആ ട്രോള് കണ്ടിരുന്നു ഞാൻ ഇന്നലെ. അതായത് രാവിലെ വരുമ്പോൾ ഇവർ
കണ്ടു ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. ഗോപാലൻ എന്നതിന് പകരം വഖഫ് ബോർഡ്. ഈ സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. സൂക്ഷിച്ചാൽ നല്ലത്.